എല്ലാ മീൻ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇന്നേ വരെ കഴിക്കാത്ത ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഈ ഒരു കട്ടിങ്ങിൻ്റെ പേര് ബട്ടർഫ്ലൈ കട്ടിങ് എന്നാണ്. വേറെയും പേരുണ്ട്, കിതാബ് കട്ടിങ് എന്നൊക്കെ അങ്ങനെ വേറെയും പേര് പറയാറുണ്ട്. അറബികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ അറബികളെ കട്ടിങ് നമ്മൾ നോക്കണ്ട, നമ്മളെ കട്ടിങ് നോക്കിയാൽ മതി. ഈ ഒരു കട്ടിങ്ങിന് നമുക്ക് ഏറ്റവും നല്ലത് കുറച്ച് വലിയൊരു ടൈപ്പ് അയിലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ചെറിയൊരു അയില ഇതേപോലെ കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഷോപ്പിലേക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ പറയരുത്. കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ മതി. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള അയിലാണത്. നമുക്ക് സാധാരണ ഒരു മീഡിയം സൈസ് അയില ഇതേപോലെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഇടുന്ന മസാലയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ വിനെഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. വിനെഗർ അത്ര നല്ലതൊന്നല്ല, എന്നാലും നമുക്ക് നല്ല ടേസ്റ്റിൽ നമുക്ക് ഒന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലപ്പോഴല്ല അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഫുൾ ടൈം ചെയ്യാറൊന്നുമില്ല. ഫുൾ ടൈം ചെയ്യണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വല്ലപ്പോഴും ഇതേപോലെ നമുക്ക് അങ്ങനെ സ്പെഷ്യലായിട്ട് കഴിക്കാൻ നമുക്ക് ചെറിയ രീതിയിൽ വിനെഗർ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് ഒരു 10 മിനിറ്റൊക്കെ വെക്കാം. ഫ്രിഡ്ജില്ലാതെ സാധാരണ ലെവലിൽ നമ്മൾ വെച്ചാലും മതി. ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. മസാലയൊക്കെ ശരിക്കും അതിനകത്തേക്ക് ഇറങ്ങി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ശരിക്കും നല്ല ടേസ്റ്റ് കിട്ടും. നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് ഈ നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് നല്ല ടേസ്റ്റ് കിട്ടാറുണ്ട്. അതേപോലെ നമുക്ക് നല്ല ടേസ്റ്റ് തന്നെ അത് കിട്ടുന്നത്. നമുക്ക് അധികം ഡീപ്പ് ഫ്രൈ ചെയ്യരുത്, ഒരു സാധാരണ ഫ്രൈ ചെയ്താൽ മതി. ചില ആളുകൾക്ക് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്താൽ മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർ ചെയ്തൊട്ട പ്രശ്നങ്ങളായിരുന്നല്ല. സാധാരണ ഒരു നോർമൽ ഫ്രൈ ചെയ്താൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കിട്ടാറുണ്ട്. മസാലയൊക്കെ ശരിക്കും അതിനകത്തേക്ക് നമുക്ക് ആഡായിട്ട് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു മീൻ അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. നമ്മളിനി വേറെ കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അയലൻ്റെ മുകളിൽ നമുക്ക് മാർക്ക് ഇടേണ്ട ആവശ്യം വരില്ല. ഇതേപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് മുകളിൽ മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അയലൻ്റെ മീറ്റ് സോഫ്റ്റ് ആയതുകൊണ്ട് പീസ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. മാർക്ക് ഇടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഫ്രൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ഷോപ്പിൽ എല്ലാ മീനും അവൈലബിൾ ഉണ്ട്. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂർ ഹൂഡി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ITPL ഹൂഡി കാടുകുടി സൈഡിലൊക്കെ നമുക്ക് ഷോപ്പ് വരുന്നുണ്ട്. ഡെലിവറി അവൈലബിൾ ആണ്. മൊബൈൽ നമ്പർ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു 7902411905 7902411905. മറക്കണ്ട, ബാംഗ്ലൂരാണ്, ഹൂഡിയിലാണ്. ITPL ഹൂഡി എന്നൊക്കെ പറഞ്ഞ ഭാഗത്താണ്. അതായത് കേർപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വൈറ്റ്ഫീൽഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ പോലെ നമ്മൾ ഷോപ്പ് വരുന്നത്. ഡെലിവറി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് കൂടുതൽ ലോങ് ആണെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോർട്ടർ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. ഷോപ്പിൻ്റെ പേര് സാഗർ ഫിഷ് എന്നാണ്. അപ്പം മറക്കണ്ട, അയല കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. ബൈ. മറ്റുള്ള ഫിഷ് എല്ലാ ഫിഷും നമ്മുടെ അവൈലബിൾ ഉണ്ട്. അയല മാത്രമല്ല എല്ലാ ഫിഷും ഉണ്ട്. കേരള വെജിറ്റബിൾസ് നമ്മുടെ അവൈലബിൾ ഉണ്ട്. ആഴ്ചയിൽ 2 ദിവസം നമ്മുടെ വെജിറ്റബിൾസ് വരാറുണ്ട്. എല്ലാ ഐറ്റംസ് വരാറുണ്ട്. കപ്പ, ചേന, ചേമ്പ്, കുമ്പളം, മത്തൻ, വെള്ളരി, വെള്ളപ്പാവക്ക, വള്ളിപ്പയർ, നാട്ടിലത്തെ എല്ലാ അരികളുണ്ട്. എല്ലാ അരിപ്പൊടികളുണ്ട്. ഹോം മെയ്ഡ് വെളിച്ചെണ്ണ ഉണ്ട്. ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്. എല്ലാം ഹോം മെയ്ഡ് മസാലപ്പൊടി, ഹോം മെയ്ഡ് മുളക് പൊടി എല്ലാം എൻ്റെ മദർ ഉണ്ടാക്കുന്നത്, എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പം ധൈര്യമായിട്ട് എനിക്ക് വാങ്ങിയിട്ട് കഴിക്കാം. നമ്മൾ ഫുൾ ഗ്യാരണ്ടി കൊടുക്കുന്നതാണ്. മറക്കരുത്. മുട്ടുള്ള അയിലാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മുട്ടുള്ള അയില വല്ലപ്പോഴേക്ക് വരാറുള്ളൂ. മുട്ട ഉണ്ടെങ്കിലും അതിലേക്ക് നല്ല ടേസ്റ്റ് ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാറുണ്ട്. വീഡിയോ കാണുന്ന ആരെങ്കിലും ഫിഷ് കട്ടർമാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അടുത്ത് കട്ടിങ് വേക്കൻസി നമുക്ക് കൂടെ അവൈലബിൾ ഉണ്ട്. വിളിച്ചാൽ മതി. എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. കട്ടിങ് വേക്കൻസി അവൈലബിൾ ആണ്. ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അധികം സംസാരിക്കാൻ